റോയിയുടെ ഓഫീസിൽ അങ്ങനത്തെ ബി നിലവറയുണ്ട്. ആ ബി നിലവറയിൽ ഒരു പക്ഷേ നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ലതാമാടത്തെ റോയിയെ ഏൽപ്പിക്കുന്നത്. ലതാമാടം 101% റോയിയെ വിശ്വസിച്ചു. നമ്പൂതിരി സാർ ലതാമാടത്തിനെ വിശ്വസിച്ചു. ആ വിശ്വാസം റോയി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും ഈ വീഡിയോ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഓഡിയോ, CJ റോയിയുടെ ബാംഗ്ലൂരിലെ ഫേമിൽ ഒരു ബി നിലവറ എന്ന് പറയുന്ന ഒരു നിലവറയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ രഹസ്യങ്ങളുണ്ട് എന്നീ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഇതിലോട്ട് പോകുന്നതിന് മുമ്പ്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോൻ്റെ താഴെ ഞാൻ ഇന്നലെ ഒരു കമൻറ്റ് ശ്രദ്ധിച്ചു. ഞാൻ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ റെയർലി ഇങ്ങനെ കമൻറ്റ്സ് വായിച്ചപ്പോൾ കണ്ടതാണ്. ഇനി കുറച്ച് ദിവസം രേണുവിന് സ്വൈരായല്ലോ, ഇനി എല്ലാവരും CJ റോയിയുടെ പുറകെ ആയിരിക്കുന്നത്. അല്ലല്ല, ഞാൻ ഇന്ന് രാവിലെയും രേണുവിൻ്റെ ഒരു കോണ്ടന്റ് ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും CJ റോയിയുടെ പുറകെ ആയതുകൊണ്ടാണ് നിങ്ങൾ രേണുവിൻ്റെ കോണ്ടന്റ് ഇപ്പം നോക്കാത്തത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ പറയുന്നതാണ് CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞു, ഇനി എന്തിനാണ് പറയുന്നത്, പറഞ്ഞതുകൊണ്ട് എന്താണ് കിട്ടുന്നത് എന്ന തരത്തിലുള്ള കുറേ കമൻസുകൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു. അപ്പം അങ്ങനെ കമൻ്റ് ഇട്ട ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം, CJ റോയി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആണ് സ്റ്റാർട്ടിങ്ങിൽ അപ്ലോഡ് ചെയ്തത്. അന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് എനിക്ക് 2, 3, 4, 5 കണ്ടന്റുകൾ അടിക്കാൻ ടൈം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അവസാനം ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഡിസ്കഷനായി എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് പല ടോപ്പിക്കുകളും ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോകുന്ന ടോപ്പിക്കും യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ വന്നിട്ട് ഇപ്പോൾ 4 to 5 hours ആയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല ടോപ്പിക്കുകളും എടുത്ത് സംസാരിക്കുന്നത്. ആൻഡ് എന്താ, കൊന്നാ പാപം തിന്നാ തീരൂല എന്ന് പറയുന്ന പോലെയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ കൂടെ കുറേ ആ നല്ല തെറ്റുകൾ ചെയ്യുകയും ചെയ്താലും ചെയ്ത തെറ്റ് എന്നും അവിടെ തെറ്റായി തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതൊരിക്കലും മാറാൻ പോകുന്നില്ല, മറക്കാൻ പോകുന്നില്ല. ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മരണപ്പെട്ട ഈ ഒരു അവസ്ഥയാണ്. പക്ഷെ CJ റോയി കാരണം പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി ഒന്നുമല്ലാണ്ടായി തീർന്ന ഒരു കുടുംബം പിന്നിലുണ്ട് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഡോക്ടറായതും CJ റോയി ആയതും നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതും അതിന് മുമ്പൊരു ചരിത്രമുണ്ട്. അത് നിങ്ങളിൽ പലർക്കും അറിയത്തില്ല. അതൊരു പക്ഷേ റോയിയുടെ അമ്മയ്ക്ക് മാത്രം അറിയും. അത് നിങ്ങൾ ഇപ്പോഴത്തെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ കരച്ചിൽ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ബോധ്യമാവും ആരായിരുന്നു ആ അമ്മയ്ക്ക് ആ മകനെന്നും ആ മകൻ ആ അമ്മ എന്തായിരുന്നെന്നും. അതുകൊണ്ട് തന്നെയാണ് അവസാനമായിട്ട് എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ചിരിയങ്കണ്ടം ജോസഫ് റോയി ക്യാബിനിലേക്ക് പോയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. എവിടാണ് നമ്പൂതിരി സർ? പക്ഷേ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വരുന്നതിന് മുൻപ് എനിക്ക് നമ്പൂതിരി സാറിനറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് പറയുന്ന റോയിയെ റോയി ആക്കിയത് നമ്പൂതിരി സാറാണ്, ക്രിസ്റ്റൽ ഗ്രൂപ്പാണ്. ഓക്കെ സർ, എനിക്ക് ചോദിക്കാനുള്ള ഒരു ബ്ലണ്ട് ചോദ്യമാണ്. ഡോക്ടർ CJ റോയിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു CJ റോയിയുടെ തന്നെ ഒരു ബി നിലവറ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്താണ് അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ളത്? ഞാനിന്നും വിശ്വസിക്കുന്നു റോയിയുടെ ഓഫീസിൽ അങ്ങനത്തെ ബി നിലവറയുണ്ട്. ആ ബി നിലവറയിൽ ഒരു പക്ഷേ നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇതെൻ്റെ ഒരു സംശയം മാത്രമാകാം. പക്ഷേ നാളെ ഒരു പക്ഷേ അത് കണ്ടുപിടിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ തോന്നിപ്പിച്ചത് സത്യമായിരുന്നു നിങ്ങൾക്ക്. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെർട്ടിക്കുലർ ഓഡിയോ വന്നിട്ടുള്ളത് ഒരു യൂട്യൂബിലാണ്. ആ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതെടുത്ത് ആദ്യമായി റിയാക്ട് ചെയ്തത് യൂഷ്വൽ സൈക്കോയാണ്. വേറെ ആരെങ്കിലും റിയാക്ട് ചെയ്തോ എന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ ആളുടെ പെർട്ടിക്കുലർ ചാനലിൽ നിന്നിട്ടാണ് ഈ ഓഡിയോ എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് ഭാഗങ്ങളൊന്നും വെച്ചിട്ടില്ല. മെയിൻ പീസുകൾ മാത്രം കട്ട് ചെയ്തേ വെക്കുന്നുള്ളൂ. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ചാനലിൽ പോയി നോക്കാം. ഓക്കെ,
പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഓഡിയോ എന്ന് പറയുന്നത് ഈ CJ റോയിയുടെയും അതുപോലെ തന്നെ നമ്പൂതിരി സാറിൻ്റെയും സുഹൃത്തിൻ്റെ ഓഡിയോ ആണ്. ഈ ഓഡിയോ ഇനി ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ലത മാം എന്ന് വെച്ചാൽ നമ്പൂതിരിയുടെ വൈഫായിട്ടുള്ള ലത മാം ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വരെ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഈ പെർട്ടിക്കുലർ ആൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുടെ ഓഡിയോ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അല്ലാണ്ട് ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഓഡിയോയും കാര്യങ്ങളും അല്ല. ആൻഡ് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു CJ റോയിനെ ഇന്നത്തെ ഒരു CJ റോയി ആക്കി മാറ്റിയത് നമ്പൂതിരി സാറാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആളുടെ ഇപ്പോൾ CJ റോയി എന്ന് പറയുന്ന വ്യക്തി അത് വലിയ കാര്യത്തിൽ എടുത്ത് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ സമയത്ത് ആ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ വിളിച്ച് കൊണ്ടുവന്ന് സ്വന്തം ഫേമിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ ജോലിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് കണ്ട് മനസ്സിലാക്കി ഒരു ഡയറക്ടറാക്കി ആ നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് നമ്പൂതിരി സാറ് തന്നെയാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവർ അല്ല എന്ന് പറഞ്ഞാലും കോമൺ സെൻസോട് കൂടി വീഡിയോ കാണുന്ന വ്യക്തികൾക്കൊന്നും അത് മാറ്റി പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ ഏറ്റവും എൻഡ് ഭാഗത്തായിട്ട് ഒരു ബി നിലവറയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ബി നിലവറ ഉണ്ടോ, ശരിക്കും അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടോ, നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉള്ളിലുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ലെങ്കിലും ബട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു ബിസിനസ് ടൈക്കോണായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അത്രത്തോളം പല നാട്ടുകളിലും പല ലോകങ്ങളിലും ബിസിനസ്, സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന് എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും, ഇല്ലേ? ഷുവർ അല്ലേ? അതിന് ആൾക്കാർ കാണാൻ പാടുന്നതും ഉണ്ടാവും, പാടില്ലാത്തതും ഉണ്ടാവും. ഈ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ആൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാനിത് ഒരു വലിയ രഹസ്യ അറയാണ്, ആ അറേൻ്റെ ഉള്ളിൽ ഭയങ്കര കാര്യങ്ങളുണ്ട്, ഇതൊന്നും അല്ല കേട്ടോ ഞാനിവിടെ പറയാൻ വന്നത്. ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു വ്യക്തിയാണ് ഈ പെർട്ടിക്കുലർ ആളെങ്കിൽ ഈ പെർട്ടിക്കുലർ ആള് ഇത്രത്തോളം ആൾക്കും ആളുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, സീക്രറ്റ്സ് ഉണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മനുഷ്യനാണെങ്കിൽ പ്രൂഫ്സ് ഉണ്ടാവും, ഡേറ്റാസ് ഉണ്ടാവും, പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കില്ലേ നമ്മളുടെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആൾ വെച്ചിട്ടുണ്ടാവും. അതിലോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. ആള് സൂയിസൈഡ് ചെയ്ത സമയം തന്നെ എല്ലാവരും പറഞ്ഞു റീസൺ എന്താണ്, ED റെയ്ഡ് കൊണ്ടാണെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ആളുടെ ഡയറി പൊക്കി ആ ഡയറിയിൽ കൂടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ആളിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത്. അത് 0 to 2% ആണ് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഇത് ചെയ്തു എന്നൊരു സ്ഥാനത്തിലോട്ട് എത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും എന്തെങ്കിലും ഒരു പേഴ്സണലായി ആൾക്ക് ഒരു എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ ആ ഡേറ്റാസ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആളുടെ ഇപ്പം കടന്നുപോയ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ലൈഫ് എടുക്കാൻ തോന്നിയതിൻ്റെ കുറേ കാരണങ്ങൾ നമുക്ക് അതിൽ കൂടെ കിട്ടും എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ സർ, ലത മേഡത്തെക്കുറിച്ച് എന്താണ് സർ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല ആത്മബന്ധമുള്ളവരാണ്. അപ്പോൾ സാറിന് അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചിട്ടാണ് ആ ഒരു, ബിക്കോസ് CJ റോയ് സാറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു. ബിക്കോസ് ഞാൻ കേട്ടത് ഒരു 32-35 വയസ്സിലൊരു ഫ്ലൈറ്റൊക്കെ വാങ്ങിച്ചു, ബട്ട് അതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ടോ ഒന്നും ആ സമയത്തൊന്നും ആരും തിരക്കിയില്ല. അപ്പോൾ വളരെ കറക്റ്റ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇത്രയും നാളിലുള്ള എനിക്ക് തോന്നുന്നൊരു 50-ന് മേലെ ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ 36ാമത് ഒരു ഫ്ലൈറ്റ് വാങ്ങി, ഇത്ര റോൾസ് റോയ്സ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ടോ സോഴ്സ് ഓഫ് ഫണ്ട്? ഇപ്പം നിങ്ങളിപ്പം IT-കാരനാവണ്ട, ED-കാരനാവണ്ട, ആരാണെങ്കിലും ഒരാൾ ഈവൻ ഒരു സൈക്കിൾ വാങ്ങിച്ചാൽ, എൻ്റെ വരുമാനം 100 രൂപയാണെങ്കിൽ 1000 രൂപ കൊടുത്തൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് വന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരാണെങ്കിലും ഉണ്ടാവും. എക്സാക്ട്ലി സർ, ആണല്ലോ. അത് നിങ്ങൾ ആരും ചോദിച്ചു, താങ്കളെ എനിക്കറിയില്ല, പക്ഷേ ഒരാൾ പോലും ചോദിച്ചായിട്ട് ഞാൻ കേട്ടില്ല. പിന്നെ ലതാ മാഡത്തിൻ്റെ ബന്ധം നിങ്ങൾ ചോദിച്ചു, ഒരു നേരമെങ്കിലും ആ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് കേൾക്കുന്ന സർജാപൂർ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ സർജാപൂരല്ല 2006 ഉള്ള സർജാപൂർ. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭയക്കും, ഒരു രാത്രിയിൽ 5 മണി കഴിഞ്ഞാൽ ആ റോഡിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സർജാപൂരായിരുന്നു. കേട്ടിട്ടുണ്ട് സർ. അത്ര വിജനമാണ്. കേട്ടിട്ടുണ്ട് അന്നും. പക്ഷേ ക്രിസ്റ്റൽ നമ്പൂതിരിക്ക് അവിടെ ഒരു സമുച്ചയമുണ്ട്, ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. അന്ന് റോയി ക്രിസ്റ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
സർ, അപ്പോൾ ഈ ദുബായിലും ഇവിടെയും ഇന്ത്യയിലും ബാംഗ്ലൂരും ഈ ഇത്രയും ഡെപ്റ്റ് ഇല്ലാത്തൊരു കമ്പനിയാണെന്ന് പറയുന്നു എല്ലാവരുടെ അടുത്ത്. ഈ ഇടയ്ക്കുള്ള കുറേ പരിപാടികളിലൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഒരു ഡെപ്റ്റ് ഇല്ലെന്ന്. പക്ഷേ സാറിൻ്റെ എന്താ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഇപ്പൊ കറന്റ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഏജ് ആയപ്പോഴേക്ക് ആള് വാങ്ങുന്ന വണ്ടി, അത് എത്ര വണ്ടി, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളും ഇതുപോലെ അത്രയും ഗംഭീരമായ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും നമ്മൾ നമ്മളതായ രീതിയിലൊക്കെ പല സാധനങ്ങളും വാങ്ങുന്നുണ്ട്. ഈ ഒരു സാധനം വാങ്ങിയാൽ തന്നെ നമ്മൾ നമ്മളുടെ പൈസ എങ്ങനെയൊക്കെ ഇതിന് ഒരു വ്യക്തിക്ക് ഈ സാധനം വാങ്ങുന്നത് മാത്രമല്ലല്ലോ, നമുക്ക് നമ്മളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ ചെയ്യുകയും അതും സീറോ ഡെപ്റ്റ് പേഴ്സൺ എന്നാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിനെ അറിയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ജീവിക്കാൻ സാധിച്ചെങ്കിൽ, അതും അത്ര വലിയ ഏജ് ഒന്നും ആയിട്ടില്ല, അല്ലെ ജനിച്ചത് സ്വർണ്ണക്കരണ്ടിയിലൊന്നുമല്ല, സാധാരണ ഒരു ജോലിക്കാരനായി ഒരു 2005 തൊട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. 2006 to 2026 ഒരു 20 കൊല്ലം കൊണ്ട് ഇത്രമാത്രം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ എത്തിയെന്നും ആൻഡ് ആ സാഹചര്യത്തിൽ നിന്ന് ഇത്രത്തോളം ഫണ്ട് എങ്ങനെ ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോൾ കറന്റ് നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ച് ആലോചിക്കുമ്പോൾ അതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു ഇതുപോലെയല്ല, ഒരു വണ്ടി പോലെയല്ല. എത്ര വണ്ടിയാണ്, എന്ത് ആർഭാടാണ്, എന്താണ് സാഹചര്യം. കുറേയൊക്കെ എന്ന് വെച്ചാൽ പൈസ ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. എന്നാൽ പൈസ എനിക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ടു ആൻ എക്സ്റ്റെൻറ്റ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ബേസിക്കലി പല കാര്യങ്ങളും പലതും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വളരെ വാലിഡ് എന്ന് വെച്ചാൽ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇതിൽ പറയുന്നുണ്ട്. ലതാമ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആയ, പണ്ട് തൊട്ടേ ഇവരെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ആര് എന്ന് പറയുന്നത്, ഈ സംസാരിക്കുന്ന ആള് എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒന്നും അയാൾ കയറി ഒരു ഇൻ്റർവ്യൂവിൽ കയറി ഈ ഒരു ഡയലോഗ് ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കില്ല, പറയാൻ നിൽക്കില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അന്ന് ഈ ബാംഗ്ലൂരിലെ ഈ സ്ഥലത്ത് ഇത്രത്തോളം ഒരു അന്നെന്ന് വെച്ചാൽ പല ആൾക്കാരും രാത്രി കാലങ്ങളിൽ പോവാൻ ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് വളരെ കോൺഫിഡൻറ്റോട് കൂടി പലതും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്പൂതിരി എന്ന് പറയുന്നത്. അന്നൊന്നും CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ട് പോലും ഇല്ലാന്ന്. അപ്പോൾ ആ വ്യക്തി എങ്ങനെ ഒരു കുറച്ച് കൊല്ലം കൊണ്ട് ഈ ലെവലിലോട്ട് എത്തിയെന്നും അതിനുള്ള സോഴ്സ് എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ പറയുമ്പം ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൂടെ തോന്നുക. കാരണം ഇത്രയും കാലം നമ്മളാരും ഇങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. കോൺഫിഡൻറ്റ് റിച്ച് മാൻ ആ പേഴ്സ്പെക്റ്റീവിൽ അങ്ങ് വിടുകയല്ലേ. ഇന്ന് പല കോടീശ്വരന്മാരുടെയും ബാക്കോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. യു ആർ ഓൾസോ ബിസിനസ് മാൻ, അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കുവാണ്. ജേക്കബേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡെപ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ടാക്സ് പേ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈവൻ UAE പറ്റില്ല. പറ്റത്തില്ല. UAE അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് UAE ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ബിസിനസ് പരമായിട്ടും പല രീതിയിലും. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, UAE പറ്റില്ല സർ. അപ്പോൾ പിന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സീറോ ഡെപ്റ്റ് എന്നുള്ള അവിടെ നിൽക്കട്ടെ, കറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്ത ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ അനുഭവം. ഞാൻ പറയുന്നത് നിങ്ങളതിന് ഏത് രീതി കറക്റ്റ് പോയിന്റ്. സീറോ ഡെപ്റ്റ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ്. സീറോ ഡെപ്റ്റ് പേഴ്സൺ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കട ഉണ്ടാവും. ഇവർ ഇമാതിരി പൈസക്കാരാണെങ്കിലും ഇവർ പൈസക്കാരൻ്റെ മോൾ ലോകത്താണ് കളിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ പാവങ്ങളായിട്ടുള്ള വ്യക്തി, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരാളും തൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവനവൻ്റെ ലൈഫിൽ വേണ്ട കാര്യങ്ങളൊക്കെ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യലുണ്ട്. അത് ലോണായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി EMI ആയിട്ടാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും പല കാര്യങ്ങളും ചെയ്യലുണ്ട്. ഞാൻ ജോലിക്ക് കയറിയ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്ത കാര്യമാണ് ഐഫോൺ വാങ്ങിയത്. ഞാൻ റെഡി ക്യാഷ് കൊടുത്തിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ മന്ത്ലി ഉള്ള പേയ്മെൻറ്റ് അടച്ചാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ഐഫോൺ ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പല വ്യക്തികളും പല കാര്യങ്ങളും ഇന്ന് ലൈഫിൽ ഇങ്ങനെ ഓൺ ചെയ്യുന്നത് ഇതുവഴിയൊക്കെ തന്നെയാണ്. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഇടപാട് വഴിയാണ്.
അപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടി കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ CJ റോയിനെ പോലെയുള്ള ആൾക്കാർ അതുക്കും മേലെയുള്ള സാധനങ്ങളാണ് പിടിക്കുക. അപ്പോൾ അതുക്കും മേലുള്ള സാധനങ്ങളൊക്കെ പിടിക്കുന്ന സമയം ഓട്ടോമാറ്റിക്കലി അയാളുടെ കയ്യിൽ ഇപ്പം ഇത്ര ക്യാഷ് ഇല്ലെങ്കിൽ അതിങ്ങനെ തിരിച്ചും വളച്ചും ഒടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള ഈ റോള് കളികളൊക്കെ നടക്കും. അപ്പം ഒരു കടവുമില്ല, എല്ലാം ബ്ലാങ്ക് ആണ്, എല്ലാം ഫ്രീ ആണ് എന്നുള്ളതാണ്. പുള്ളി വളരെ കോൺഫിഡൻസോട് കൂടി എല്ലാ വേദികളിലും സംസാരിക്കുന്ന ഒരു കാര്യമാണ് സീറോ ഡെപ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ. ഇനി ആ ഡെപ്റ്റ്, ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസിനെ പറ്റി പറഞ്ഞത്, ഈ ഡെപ്റ്റ് കാരനാണോ പോയെ എന്നുള്ള കാര്യത്തിൽ വരെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഈ മറുനാടൻ മലയാളിയിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട്, ഞാൻ ജസ്റ്റ് അത് അടുത്തതായിട്ടൊന്ന് ഞാൻ പ്ലേ ചെയ്തു തരാം. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു സാധനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി കിട്ടും. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ചെയ്യുമ്പോഴും മനോരമയുടെ ഓൺലൈൻ എഡിഷനിലെ മെയിൻ സ്റ്റോറിയാണത്. തലക്കെട്ട് ഇങ്ങനെയാണ്: ഭയന്ന് നിക്ഷേപകർ പിന്മാറി, റോയി സമ്മർദ്ദത്തിലായി, പണം നൽകിയത് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ. ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറി അല്ല, മലയാള മനോരമയുടെ തിയറിയാണ്. ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയി 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ തുടക്ക ഭാഗത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ അറിയാം. അത്രത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആക്കായിരുന്നു. അത് പറ്റാത്തൊരു സിറ്റുവേഷൻ. ആളുടെ ഡയറിയിൽ വരെ ആൾ എഴുതിയിട്ടുള്ളൊരു കാര്യമാണിത്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എന്ന്. ആൻഡ് തൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ ഒന്നും നിങ്ങൾ വിട്ട് കളയരുത്, നിങ്ങളത് റെഡി ആക്കണം എന്ന രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഒരു സീറോ ഡെപ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ വരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതാ പറഞ്ഞത്, പല വിഷയങ്ങളിലും നമ്മൾ പല ആംഗിളിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സാധനമാണ്. കുറേ കളിച്ചിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. സാറും ഈ റൂമറിൽ വിശ്വസിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കർമ്മ എന്തായാലും തിരിച്ചു വരുമെന്നാണോ സാർ, അതിലാണോ സാർ വിശ്വസിക്കുന്നത്? അല്ല, റൂമർ എന്ന് ഞാൻ പറയും. കാരണം അന്ന് അത്രയും വിശ്വസ്തനായ ഒരാളിനെ നമ്മളൊരാളിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലാണ് താങ്കളെന്ന് ഞാൻ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ഞാൻ ആ അവസരം, ഞാൻ സൈൻ ചെയ്യേണ്ട പോയിന്റ് പോലും താങ്കളെ ഏൽപ്പിക്കും. പക്ഷേ താങ്കൾ എന്നെ ചതിക്കുകയാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോയി സ്ഥലം വാങ്ങുന്നു. ഈ സ്ഥലം വാങ്ങിയതെല്ലാം ക്രിസ്റ്റലിൻ്റെ പേരിലോ നമ്പൂതിരിയുടെ പേരിലോ ലതയുടെ പേരിലോ ആയിരുന്നില്ല, ഇതെല്ലാം ബിനാമി പേരുകളിലായിരുന്നു. ടാക്സ് ഇൻവേഷന് വേണ്ടിയിട്ട് ആയിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ സോറി ടു ബ്രേക്ക് യു ഇൻ ബിറ്റ്വീൻ, നമ്പൂതിരി സർ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വെളിയിലോട്ട് അങ്ങനെ കൂടുതൽ പബ്ലിസിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂസൊക്കെ ഞാൻ വളരെ വിരളമായിട്ടേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കൂടുതലും ഒന്നീ ലതാ മാഡം ആയിരിക്കാം അന്നത്തെ കാലത്താണെങ്കിലും, അല്ലെങ്കിൽ ഡോക്ടർ CJ റോയ് ആയിരിക്കാം. നമ്പൂതിരി സർ എപ്പോഴും ബാക്കിലായിരുന്നു. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതെന്ന് തോന്നുന്നുണ്ട്? അതുകൊണ്ട് അത് ഞാൻ പറയാം, താങ്കൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യനാണ്, ഞാനൊരു ജാതി പറയാൻ തോന്നണ്ട, ഒരു റിലിജിയൻ പറഞ്ഞെന്ന് തോന്നരുത്. പൊതുവിൽ നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിലുള്ള ആൾക്കാർ എപ്പോഴും വളരെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്പൂതിരി സാറിനെ എനിക്ക് അറിയാവുന്നത് ബാംഗ്ലൂരിലെ ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഗല്ലി ടൈപ്പ് ഒരു ഏരിയയിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ, ഇന്ന് പൂനെ റോഡിലെ വലിയ സ്ഥലമാണ്. അവിടെ നിന്ന് തുടങ്ങിയ നമ്പൂതിരി സാറിന്റെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പം അദ്ദേഹം ഒരു മൂടി ക്യാരക്ടറാണ്. പക്ഷെ ലതാമാടതല്ല, ലതാമാടം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് പല സ്റ്റേജുകളിലും കണ്ടാൽ മനസ്സിലാവും. നമ്പൂതിരി സാർ 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ലതാമാടം നന്നായിട്ട് പ്രസംഗിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ലതാമാടത്തെ റോയിയെ ഏൽപ്പിക്കുന്നത്. ലതാമാടം 101% റോയിയെ വിശ്വസിച്ചു, നമ്പൂതിരി സാർ ലതാമാടത്തിനെ വിശ്വസിച്ചു.
ആ വിശ്വാസം റോയി സർ ഞാൻ അവിടെ ഒന്ന് സാറിന് സോറി ടു സ്റ്റോപ്പ്. ഇപ്പൊ ലത മാം റോയി കണക്ഷൻ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ നിന്നിട്ടുള്ള ഒരു കാര്യമാണ്. പല വ്യക്തികളും ഇതിൽ സത്യമില്ല സത്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പറയുന്നതിന്റെ സത്യാവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ കറന്റ്ലി പറയുന്നത് നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തി അത്ര ആക്റ്റീവ് അല്ലാത്ത മനുഷ്യനായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായി നിന്നിട്ടുള്ളത് ലതയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആ സ്ഥാപനത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടായത് ഈ CJ റോയി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ്ങർ ആയിരുന്നു. ഇവരുടെ ബിസിനസ് ഫേമുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇവരെ വിശ്വസിച്ചുകൊണ്ട് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി റോയിക്ക് കൊടുത്തിരുന്നു എന്നും ആ ഒരു കാര്യത്തെ റോയ് മിസ്യൂസ് ചെയ്തു എന്നും റോയ് അങ്ങനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ലതയ്ക്ക് തിരിച്ചറിയാമായിരുന്നു എന്നുമാണ് ഇവിടെ പറയുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടും ലത അതിന് വേണ്ട രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. സർ ഒരു സുപ്രധാന ചോദ്യം, സാറിന് എന്താണ് തോന്നുന്നത്? ഈസ് ഇറ്റ് or a murder? മെന്റൽ പ്രഷർ കാരണം ഉണ്ടായതാണോ? എന്തായിരിക്കും സാറിൻ്റെ ഒരു കണക്കൂട്ടൽ? ബിക്കോസ് വേറെയും കുറെ റൂമേഴ്സ് ഉണ്ട്, ഈ ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഐ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഈസ് യുവർ അസംഷൻ ഓർ വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ ഓൺ ദിസ്. അത് ഞാനൊരു ഹാഫ് പോർഷനിൽ പറയുകയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ വരാം. 50% അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏതിനാണ് സർ? ഈ പറഞ്ഞ ബ്രാഹ്മണ ശാപം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ സർജാപൂരിൽ അന്ന് ക്രിസ്റ്റലിന് ഈ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടായിരുന്ന സമയത്ത് റോയി എന്ന് ക്രിസ്റ്റലിന്റെ ആരുമല്ല. കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സർ. കറക്റ്റ് സർ. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ വരുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതും. പിന്നെ പുള്ളിയുടെ ലക്കായിരിക്കാം, കഴിവായിരിക്കാം, അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, കാരണം കോലപ്പക്കാടിയിൽ നിന്ന് HPയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യുന്നു. ഈ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു. പക്ഷേ നമ്പൂതിരി സാറിൻ്റെ കഴിവുകേടോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം വന്ന് 101% വിശ്വസിച്ചിട്ടാണ് റോയിയെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിച്ച കാര്യം റോയി ഭംഗിയായിട്ട്, ഒരുപക്ഷെ നമ്പൂതിരി സാർ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു. മാത്രമല്ല അന്ന് നമ്പൂതിരി സാറിനേക്കാളും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ലതാമാടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ്. നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ ലതാ നമ്പൂതിരി എന്നാണ് ഇപ്പോൾ പേര് പറയുന്നത്. ലതാമാടമായിരുന്നു കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാറ് സൈൻ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് അന്ന് സർജാപൂരിലെ കണ്ണായ സ്ഥലങ്ങൾ ഇന്നത്തത്, അന്ന് ഒരു മനുഷ്യനും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ 20 രൂപയുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്. ഓക്കെ. ഇന്ന് ആ 20 രൂപയുടെ സ്ഥാനത്ത് 2 ലക്ഷം രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വേണം. ആ ലെവലിലേക്ക് കാര്യങ്ങളെത്തി. സർ ഞാൻ ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്നും ശ്രദ്ധിച്ചോളൂ, 2006 അന്നും ക്രിസ്റ്റലിന്റെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പം ഇതും വന്നിട്ടുള്ളത്. കാരണം പല കാര്യങ്ങളിലും CJ റോയിക്ക് ഒരു നല്ല രീതിയിലുള്ള സഹായം ലതാ നമ്പൂതിരിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് കഥകൾ കൺവേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്തോ ഒരു പണ്ട് നടന്ന ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്രം ഇരുന്ന് വായിക്കുന്നത് പോലെയൊക്കെയാണ് പലതും തോന്നുന്നത്. എന്തോ വലിയ ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷനായി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ബാക്ക് സ്റ്റോറിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ആവുകയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഫൈനൽ പാർട്ടും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. വേറെയും കുറേ റൂമർ ഞാൻ കേട്ടു. ഞാൻ അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുമല്ല. ലതാ മാഡവും റോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും ഒരു ചെറിയ റൂമർ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കേട്ടു. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇവർക്കൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, റിസോർട്ടിൽ ക്ലബ് ഹൗസും അതൊക്കെ 3rd ലൈനിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് റോയിയുടെ ഐഡിയ ആയിരുന്നു. അത് നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഒഫീഷ്യൽ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത്, ഞാനത് പറയുന്നില്ല, അത് ആ റെയ്ഡിൽ അവിടെ ഇവിടെ തൊടാതെ എന്ന് പറഞ്ഞാലും ഒരു സസ്പീഷ്യസ് ഇഷ്യൂ ഉണ്ടാവുന്നു. അത് നമ്പൂതിരി സാറിന്റെ കഴിവാകാം, അല്ലെങ്കിൽ നമ്പൂതിരി സാറിന്റെ അന്നത്തെ ബന്ധങ്ങളാകാം ബാംഗ്ലൂരിലെ. കാരണം ബാംഗ്ലൂരിൽ കേരളം പോലെ അല്ല. ബാംഗ്ലൂരിലെ പൊളിറ്റീഷ്യൻസും റിയൽ എസ്റ്റേറ്റുകാരും ഒഫീഷ്യൽസും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അത് ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബന്ധമല്ല, അത് എല്ലാം ഫൈനാൻഷ്യൽ ബന്ധങ്ങളാണ്. ആ ബന്ധത്തിന്റെ ബേസിൽ ആ കേസ്
അന്ന് അവിടെ ക്ലോസ് ചെയ്യുകയും ഡിസോൾവ് ചെയ്യപ്പെടുന്നു. സോൾവ് ചെയ്യുകയും പക്ഷേ ദ നെക്സ്റ്റ് ഡേ ഈ സസ്പെൻഡ് ഫ്രം ദാറ്റ് പ്രിസൈഡ്. ഓക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത് പ്രകാരം നമ്മളൊക്കെ ഉദ്ദേശിച്ചതുപോലെ ഇതൊരു ബ്രാഹ്മണ ശാപമാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ജീവിതം നഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. തൻ്റെ ആയുസിൻ്റെ അല്ലെ തൻ്റെ ഒരു 6-7 തലമുറയ്ക്ക് ജീവിക്കാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു മനുഷ്യന് തൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിൽ, ചെറിയൊരു പ്രായം എന്ന് വെച്ചാൽ ഏജായി വാർദ്ധക്യമൊന്നുമല്ലല്ലോ, ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ശാപമുണ്ട്. കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും. അതുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് കാലമാണെങ്കിലും മറ്റൊരാളെ ചതിക്കാണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ള മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇത് കേൾക്കുന്നതിൽ കൂടെ മനസ്സിലായല്ലോ, വളർന്നു വരാൻ കൈ പിടിച്ച് താങ്ങായി വളർത്തി കയറ്റി തൻ്റെ ഹൈറ്റിനേക്കാൾ മുകളിലായപ്പം അവിടെ ഒരു കളി കളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, തന്നെ നശിപ്പിച്ച് സ്വയം വളർന്ന ഈ ലെവൽ എത്തിയപ്പോഴേക്ക് താൻ തന്നെ പടം മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലോട്ട് പോയി. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ്